നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇന്ത്യ ഗേറ്റിലേക്ക് യാത്രയായി. മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുകയായി. പ്രവേശിക്കുമ്പോൾ തന്നെ കാണാം റോഡരികിൽ ഒക്കെ ചെടിയൊക്കെ നല്ല വൃത്തിയായി വെട്ടി നല്ല മിനുക്കി ഭംഗിയായി വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് പ്രവേശിച്ചു. നമുക്ക് കാണാം മാനം മുട്ട നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ്. ഇവിടെ വരുന്നവർ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ രണ്ട് ഗേറ്റ് ഉണ്ട്. ഇന്ത്യ ഗേറ്റും ഉണ്ട്, ഡൽഹി ഗേറ്റും ഉണ്ട്. ഡൽഹി ഗേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമാണ്. അതെന്തിനെ കുറിച്ചൊന്നും എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. എങ്കിൽ കൂടി ഇതാണ് നമ്മളും എല്ലാവരും കാണാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ഇന്ത്യയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയാമാണെങ്കിൽ. ഇന്ത്യയെ കച്ചവട കണ്ണിലൂടെ മാത്രം കണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ വന്ന ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിന് മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ട നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത ഒരു ഓർമ്മയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു തലയെടുപ്പുള്ളൊരു നിർമ്മിതിയാണ് ഇന്ത്യ ഗേറ്റ്. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ചതെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിച്ചത് യുദ്ധസ്മാരകം കൂടിയാണ് ഇന്ത്യ ഗേറ്റ്. ഏതൊരു ഭാരതീയൻ്റെ ഉള്ളിലെ ദേശസ്നേഹവും അരക്കെട്ടുറപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ദേശഭക്തി കൊണ്ട് നമ്മൾ സല്യൂട്ട് അടിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ. അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. നിരവധി ധീര ജവാന്മാരുടെ ജീവൻ ബലി കൊടുത്ത അവർക്ക് വേണ്ടി പണിത ഒരു സ്മാരകം കൂടിയാണ് ഇന്ത്യ ഗേറ്റ്. ഇതിൻ്റെ ചുറ്റുവശം നോക്കുമ്പോൾ അറിയാൻ പറ്റും, പൂക്കളും എല്ലാം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. നിരവധി വിദേശികളും ഇന്ത്യയിലുള്ളവരും അങ്ങനെ നമ്മുടെ കേരളക്കാരും ഒക്കെ വരുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ കേരളക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാൾ മലയാളം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നത് ഒരു അനുഭവം തന്നെയാണ്. കാരണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹിന്ദി എന്നാൽ അല്ലാത്തൊരു വാക്ക് നമ്മൾ കേൾക്കുകയില്ല. പെട്ടെന്ന് നമ്മളൊരു മലയാളം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാഗും മൊബൈലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കള്ളന്മാരുടെ കേന്ദ്രം തന്നെയാണ്. അതുപോലെ വേറൊരു സംഭവം, ഇത് കണ്ടോ, ഒരു ദേശഭക്തി സ്നേഹം തന്നെ ആയിരിക്കും, പക്ഷെ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ദേശീയ പതാക എന്നൊരു അത്രത്തോളം മഹത്വമേറിയതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എത്രയോ ധീര ജവാന്മാർ പൊരുതി സ്വന്തം ജീവൻ ബലി കൊടുത്ത നമ്മൾ നേടിയെടുത്തൊരു വിജയം, അത് നമ്മൾ അത്രയ്ക്കും ഒരു മഹത്വമേറിയതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രസ്സായിട്ടോ അങ്ങനെയൊക്കെ ധരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. പിന്നെ ഇവിടെ വന്നാലേ നമുക്ക് നോക്കിന് ക്യാമറാമാന്മാരെ കാണാൻ പറ്റും. നാക്ക് പോലും ഉളുക്കുന്നുണ്ട്. ക്യാമറാമാന്മാരെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫോണിൽ എടുക്കുന്നതിനേക്കാൾ നല്ല ക്ലിയറായിട്ട് ഇവർ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വഴി അങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ ഇവിടെ വന്നിട്ട് അമ്മമാരോട് പറഞ്ഞാൽ മതി. അമ്മമാരെടുത്ത് നമ്മൾ നോർമലായിട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഇവന്മാർ തന്നെ സ്വന്തമായിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളടുത്ത് വന്നിട്ട് ബായ് എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്താൽ മതി, അല്ലെങ്കിൽ ഇവന്മാരെ എടുത്ത് തരുന്നതായിരിക്കും. അങ്ങനൊരു സംവിധാനമുണ്ട്. അതിപ്പം നമ്മൾ ഒരാൾ മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ തന്നെ എടുത്തു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിൽ നമുക്കൊരു പ്രശ്നം വരുന്നില്ല. അതുപോലെ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഇന്ത്യ ഗേറ്റിനെ ആ ഒരു രാത്രിയിൽ കളറ് വരുന്ന ഒരു സിസ്റ്റമാണ് ഈ കാണുന്നത്. രണ്ട് സ്ഥലത്തും ഭയങ്കര ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ്. അതുപോലെ ബോക്സും കാര്യങ്ങളും. എത്രയോ പേര് ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ രാത്രിയിലാണ് ഈ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്.
ഇതിന് ചുവട്ടിൽ നിന്നിട്ട് ഞാനിങ്ങനെ ക്യാമറ എടുത്ത് ഫോൺ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് മോള് വരെ കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. പലതരത്തിൻ്റെ കോട്ടും കൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇരിക്കുന്ന ഒത്തിരി പേര് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തണുപ്പായതുകൊണ്ട് മിക്കവാറും മറ്റേ സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നടക്കുന്നത്. കണ്ടില്ലേ, രാജസ്ഥാനിൽ നിന്നുള്ളവരും അങ്ങനെ ജമ്മു കാശ്മീരും അങ്ങനെ കേരളത്തിലുള്ളവരും ഇങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് മലയാളികളെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതുകൊണ്ട് നമ്മുടെ ആ സിസ്റ്റം കാര്യങ്ങളൊക്കെ ലൈറ്റാണ് രാത്രിയിൽ ഇന്ത്യയുടെ ആ ഒരു രീതിയിൽ ഫ്ലാഗിൻ്റെ രീതിയിൽ അവർ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് ഇതിനകത്ത്. ഒത്തിരി പേര് ഇതുപോലെ ഗേറ്റിൽ താഴെയൊക്കെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടെ വന്നെന്നുള്ളൊരു തെളിവ് എന്തെങ്കിലും വേണ്ടേ. ഉണ്ടോ, ലൈറ്റിൻ്റെ താഴെ ശരിക്കും പറഞ്ഞാൽ കുറേ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ യൂട്യൂബേഴ്സൊന്നും അല്ല, എന്നാൽ പോലും നമ്മൾ ഇതിനകത്ത് ജിമ്പൽ, അതായത് ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ജിമ്പൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഡ്രോൺസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഫോൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവർ എടുക്കുന്ന വീഡിയോസ് ഫോട്ടോസ് എല്ലാം അവർ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. എന്നാലും ചിലരൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെയുള്ള പറഞ്ഞ ഭാഗങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇങ്ങനെ എടുക്കരുതെന്ന് പറഞ്ഞ ഭാഗങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊബൈലിനകത്ത് ഡൽഹി മെട്രോ എന്ന് പറഞ്ഞ DMRCയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ആ കയറിയിരിക്കുന്ന അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ പേരടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 2 എന്നുള്ളത് നമ്മൾ എവിടെയാണ് ഇറങ്ങുന്നത് അടിച്ചു കൊടുക്കുക. അത് നമുക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലം ഇന്ത്യ ഗേറ്റ് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് അടിച്ചു കൊടുക്കുക. അന്നേരം ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. അന്നേരം നമുക്ക് അതിൻ്റെ പേര് വരും, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയെടുത്തിട്ട് ആ പേര് വെച്ചിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെട്രോയ്ക്ക് കയറി 2 മെട്രോ കയറേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പറ്റും. ഇത് പല സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടി നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു അണ്ടർ പാസേജാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്ത് വേണം അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടി. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ അണ്ടർ പാസേജ് കേട്ടോ. കാരണം റോഡ് ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ഇപ്പോൾ ഇതിനിടയ്ക്ക് കാണാൻ പോകുന്ന സ്കൂൾ കുട്ടികളുണ്ടാവും, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം ഏറ്റവും പെട്ടെന്ന് നമ്മൾ അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന അണ്ടർ പാസേജും കൂടിയാണത്. ഇപ്പോൾ കുറച്ച് പേര് ഇതിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും പട്ടാളക്കാരിങ്ങനെ ചുറ്റും നടക്കുക. എന്തെങ്കിലും ഉണ്ടോ, ആൾക്കാർ വരുന്നത്, എന്തെങ്കിലും ആൾക്കാരിൽ എന്തെങ്കിലും സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പിടിച്ച് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടൊക്കെ നിൽക്കുക. അതുപോലെ തന്നെ ഇങ്ങ് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു മൊബൈൽ ഗാഡ്ജറ്റ് ആയാലും എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഐറ്റംസിൽ എന്തെങ്കിലും മെറ്റൽ ഇലക്ട്രിക്കൽ ഇത് അവന്മാരത് പിടിച്ച് വാങ്ങിച്ചു വെക്കും. അകത്തോട്ട് കയറ്റി വിടുന്നതല്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് കാണാൻ പറ്റും റോഡ് സൈഡിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വണ്ടിയൊക്കെ തെരതെരയാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ റോഡ് സൈഡിൽ ഇവിടുത്തെ പാനിപ്പൂരി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് കാര്യം ഇവിടെ വായു മലിനീകരണം ഭയങ്കരമാണ്. വായു മലിനീകരണം നമ്മൾ പൊടി അടിച്ച് ചാവും. മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ വെള്ളം റോഡ് സൈഡിലെ ഒരു ഐറ്റംസും വെള്ളം വാങ്ങിച്ച് കുടിക്കാതിരിക്കുക ദൈവത്തെ ഓർത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്യുക. വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും അസുഖം കൊണ്ട് തിരിച്ച് പോകണ്ട എന്നുള്ളവർ അവിടെ സ്നേഹം കൊണ്ട് പറയുകയാണ്. അതറിയാവുന്നതുകൊണ്ട് പറയുക. കാരണം എന്താ വെച്ചാൽ വെള്ളത്തിനൊന്നും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റാത്തത് ഇതുപോലെയാണ്.
അവിടെ ഉള്ളവർ തന്നെ അത്രയും കെയർഫുള്ളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തെങ്കിലും പ്യൂരിഫൈ ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടാണ് അവർ വെള്ളം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് പേര് ഇവിടെ വരുന്നവർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ക്യാനൊക്കെ വാങ്ങിച്ചിട്ട് ക്യാൻ വാട്ടർ വാങ്ങിച്ചിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ നടപ്പാതയിൽ ഇങ്ങനെ കുറേ ചെടികൾ, അലങ്കാര ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഈ ഇതിൻ്റെ നടുക്കായിട്ട് കുറേ പുല്ലൊക്കെ വെച്ച് ആൾക്കാർക്ക് വന്ന് അവിടെ കയറിയിരിക്കാനും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന വേറെ സംഭവമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. നമ്മുടെ ഇതിനകത്ത് ഒരു സിനിമയ്ക്കകത്തുണ്ട്, യജുമാനം പറയുന്നുണ്ടല്ലോ, ഗേറ്റൊക്കെ മതിലെവിടെ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. ആ ഒരു സംഭവം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേരിനോടൊന്നല്ല, ജസ്റ്റ് അത് ആ ഒരു പേരിട്ടെങ്കിലും ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ആ ഒരു സെക്ഷനിൽ നമ്മൾ വീഡിയോസ് എടുക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് എടുത്തിട്ട് വീഡിയോസ് എടുക്കുന്നില്ല. അപ്പം ഇതിനകത്ത് കാണുന്നത്, അതിനകത്ത് കുറേ പേര്, എത്രയോ പേരുണ്ടെന്ന് നമുക്കറിയില്ല, എന്തായാലും 1,00,000 അടുത്ത ആൾക്കാർ ഇങ്ങനെ ഒരു ശിലയിൽ ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ട് ഓരോരുത്തർ വന്നിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് പൂക്കൾ വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. അത് നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടല്ല ഞങ്ങൾ വീഡിയോ എടുക്കുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ അണ്ടർ പാസേജിലൂടെ അങ്ങോട്ട് അപ്പുറത്തോട്ട് കടക്കാൻ പോവുകയാണ്. അണ്ടർ പാസേജിൽ കയറുമ്പോൾ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചുകൊണ്ടുള്ള ഒരു ചുമരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസ് നമുക്ക് എന്താ കർത്തവ്യവാദ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മാപ്പ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിൻ്റെയും ആ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ താഴോട്ട് കിടക്കുകയാണ്. അതൊന്ന് വായിച്ച് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. എന്തായാലും നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാം. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 42 മീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹിയിലെ ഏറ്റവും പഴക്കം ചേർന്നൊരു സ്മാരകം എന്ന് പറയാം. അതുപോലെ തന്നെ ഇത് തുടക്കകാലങ്ങളിൽ ഇതിൻ്റെ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അതിന് ശേഷമാണ് ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. അതുതന്നെയുമല്ല, ഇത് 10 വർഷമെടുത്ത് പണിത ഒരു സ്മാരകം കൂടിയാണ്. ഇന്ത്യ ഗേറ്റിന് ഏറ്റവും പ്രധാനമേറുന്ന ഒരു ദിവസം കൂടിയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പരേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ത്യ ഗേറ്റിൻ്റെ ഈ ഒരു മാതൃക എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ പാരീസിലെ ആർക്ക് ഡി ട്രയോംഫ് എന്ന ഒരു വാർ മെമ്മോറിയലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിർമ്മിതിയുടെ മാതൃക പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ പാരീസിലെ ഏറ്റവും പ്രശസ്തമായൊരു നിർമ്മിതികളിലൊന്നുമാണ് ഇത്. ഡൽഹി നഗരത്തിൻ്റെ ശില്പി കൂടിയായ എഡ്വിൻ ലൂട്ടിൻ എന്ന ഒരു ശില്പിയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പി. ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല യുദ്ധസ്മാരക നിർമ്മാതാക്കളിൽ ഒരാളും കൂടിയായിരുന്നു എഡ്വിൻ ലൂട്ടിൻ. ഞാൻ അണ്ടർ പാസേജ് കടന്ന് ഇപ്പുറത്തെത്തിയിരിക്കുന്നു. നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കാണാം. അതുപോലെ തന്നെ വേറൊരു നമുക്ക് ഇവിടെ കാണാം, ക്യാമറമാന്മാർ ഈ വീണ്ടും കൊടുക്കുന്നു. അന്ന് അവർ ചിത്രമെടുക്കുന്നവർ, അങ്ങനെ പറയാം. അതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാം. നമ്മൾ വരുന്നത് കാണുമ്പോൾ തന്നെ ഇമാൽ ഫോട്ടോസ് അൺഎക്സ്പെക്റ്റഡായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് കാണിക്കും. നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരത് വിട്ട് കളയും. എല്ലാവരും ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ആൾക്കാരുടെ എടുക്കാൻ പോകും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണെന്ന് എന്നോടൊന്ന് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഞാനിങ്ങനെ നടക്കുകയാണ് തേരാപ്പാര.
പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫീസ് ഇതിനകത്തോട്ട് പ്രവേശിക്കാൻ വേണ്ടി ഒരു ഫീസ് നിശ്ചയിച്ചിട്ടില്ല. അത് തന്നെയുമല്ല എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ഇത് ചിലവഴിക്കുകയും ചെയ്യാം. അതാണ് വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ആ ഇരുട്ടിൽ ലൈറ്റൊക്കെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പതാകയുടെ മാതൃകയിൽ വെളിച്ചം അതിനകത്തോട്ട് പതിക്കുമ്പോൾ ഉള്ള ഒരു ഭംഗി കാണേണ്ടത് തന്നെയാണ്. ഈ ഒരു ചുറ്റുപാടെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് സംഭവം? ഇതുപോലെ തന്നെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം എത്തി എന്ന് വേണം പറയാം. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഡൽഹിയുടെ പ്രധാന ഭക്ഷണമായ പാനിപ്പൂരി, അതായത് ഇവിടെ ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന പാനിപ്പൂരി, അങ്ങനെ ജുഗൽപൂരി, അങ്ങനെ കുറേ പൂരി ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ പോപ്കോണ്, സ്വീറ്റ് കോണ്, അങ്ങനെ എന്തൊക്കെയോ കോണുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ്, അതുപോലെ കുറേ ഐറ്റംസ് അവരിങ്ങനെ കൈകാട്ടി വിളിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലെയ്സ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് അതിന് ഐസ്ക്രീം, വെള്ളം, ബിസ്ലറിയുടെ നല്ല വെള്ളം കിട്ടും കേട്ടോ. ആ വെള്ളമാണ് ഇവിടുത്തെ ലാബിൽ ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു നല്ലൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ബിസ്ലറിയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള ഭാര്യമാരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ മറ്റേ പൂരീസ് പ്രിപ്പയർ ചെയ്യുന്നു കാണാൻ പറ്റും. ഞാനങ്ങനെ ഇങ്ങനെ കറങ്ങി അടിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പിള്ളേരൊക്കെ അവിടെ നമ്മുടെ സ്കൂൾ പിള്ളേരും അവർ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും, ചില ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് മൂത്രം ഒഴിക്കാനും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ബാത്റൂമും മറ്റേ നമ്പർ 1ഉം 2ഉം എല്ലാം സാധിക്കാൻ പറ്റും എന്നുള്ള സംവിധാനത്തിലാണ് സ്ഥിതി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നടന്ന് വഴിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കാണാൻ പറ്റും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാം കുട്ടികളെല്ലാം അവിടെ നിന്നിട്ട് പലതരത്തിലുള്ള കച്ചവടക്കാരൊക്കെ അവിടെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഈ പഞ്ഞിമുട്ടായി, പിന്നെന്താ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം പിള്ളേരൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഓട്ടോക്കാരെല്ലാം അവിടെ നിൽപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നവരെ തിരിച്ചു റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കാനും പിന്നെ മെട്രോയിലോട്ട് ആക്കുവാനൊക്കെ ആയിട്ടും ആൾക്കാർ അവിടെ ആയിട്ട് ഓട്ടോക്കാർ നിൽപ്പുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കാണ് ഫ്രൂട്ട്സ് ഇതൊരു സംഭവം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പട്ടാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, അത് മിക്സ്ഡ് ഐറ്റംസ് ഉണ്ട്. അത് ജഗൽപൂരി, അങ്ങനെ എന്തൊക്കെയോ ഒരു പേരുണ്ട്, നമുക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ അതെല്ലാം കൂടി മിക്സ്ഡ് കൂട്ടാണ്. ഈ മറ്റേ സവാള അരിഞ്ഞിടുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെന്തോ എരിവുള്ള ഒരു വെള്ളം ചേർക്കുന്നുണ്ട്, പച്ച കളറിലായത്, പിന്നെ അതിന് ചുമല കളർ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകൾ. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളെ പുതിയിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.